ഒമാനിലെ കാർഷിക ഗ്രാമങ്ങൾക്ക് ഇത് ഉത്സവകാലമാണ്. ജിതബ്, തഫ്സീൽ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന പരമ്പരാഗത വിളവെടുപ്പ് ഉത്സവത്തിനാണ് രാജ്യത്ത് തുടക്കമായത്. ജൂൺ അവസാനം മുതൽ ജൂലൈ അവസാനം വരെയാണ് രാജ്യത്ത് ഈത്തപ്പഴം വിളവെടുക്കുക. പരമ്പരാഗത രീതിയിലുള്ള വിളവെടുപ്പാണ് രാജ്യത്ത് ഇപ്പോഴും തുടരുന്നത്. ഈത്തപ്പഴം മഞ്ഞ നിറമാകുന്ന സമയത്താണ് പനയിൽ നിന്നും വെട്ടിയിറക്കുക. മണ്ണ് കുഴച്ചു നിർമ്മിച്ച അടുപ്പിന് മുകളിൽ വലിയ പാത്രത്തിൽ ഈത്തപ്പഴമിട്ട് വിറകുപയോഗിച്ച് അരമണിക്കൂർ പുഴുങ്ങിയെടുക്കുന്നു. 4-5 ദിവസം വെയിൽ കൊള്ളിച്ച് പുഴുങ്ങിയ ഈത്തപ്പഴം ഉണക്കും. പുഴുങ്ങിയ ഈത്തപ്പഴം ഫഗൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയടക്കമുള്ള കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കും. ചോക്ലേറ്റും മറ്റു മധുരപലഹാരങ്ങളും നിർമ്മിക്കാൻ ഫഗൂർ ഉപയോഗിക്കാറുണ്ട്. രാജ്യത്തിന്റെ അധിക ഭാഗങ്ങളിലും പിന്തുടരുന്ന മറ്റൊരു വിളവെടുപ്പ് രീതിയാണ് ജിതബ്. കുലയിൽ നിന്നും പഴങ്ങൾ പറിച്ചെടുക്കും. ശേഷം 2-3 ദിവസം തുറസായ ഇടങ്ങളിൽ വെയിലത്ത് ഉണക്കാനിടും. ഇതിൽ നിന്നും നല്ല പഴങ്ങൾ വേർതിരിച്ചു മാറ്റും. തുടർന്ന് വലിയ ഭാഗങ്ങളിൽ ഈത്തപ്പഴം പായ്ക്ക് ചെയ്യും. ചിലർ ശേഖരിച്ചു വെക്കുന്ന ഈത്തപ്പഴത്തിൽ നിന്ന് പ്രത്യേക തേനും ഉണ്ടാക്കാറുണ്ട്. കുട്ടികളും കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് ഗ്രാമീണ ഉത്സവ പ്രതീതിയിലാണ് പരമ്പരാഗത വിളവെടുപ്പ് സംഘടിപ്പിക്കുക.